NTA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന നീറ്റ് 2026 എക്സാമിൻ്റെ ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ്. അപ്പോൾ നീറ്റ് എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളിലേക്കും ഈ മെസ്സേജ് എത്രയും പെട്ടെന്ന് ഷെയർ ചെയ്യുക. ഇപ്പോൾ നീറ്റിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ കാണുവാനിടയായി. അപ്പോൾ നീറ്റ് ഇപ്പോൾ 8-ാം തീയതി വരെ, അതാണ് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരുന്നത്, അതിപ്പോൾ അവർ എക്സ്റ്റെൻഡ് ചെയ്തു. സർക്കുലർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ സർക്കുലർ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ സർക്കുലർ 8-ാം തീയതി എന്നുള്ളത് 11-ാം തീയതി 9 മണി വരെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഫീസ് അടയ്ക്കുവാനുള്ള സമയം 11:50 രാത്രിയിൽ, അതായത് അന്നത്തെ ദിവസം തന്നെ 11:50 വരെ നിങ്ങൾക്ക് അതിൻ്റെ ഫീസ് അടയ്ക്കാനും സാധിക്കും. ദയവ് ചെയ്തൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, 8-ാം തീയതി ആയിരുന്നു നേരത്തെ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരുന്നത്. അപ്പോൾ പല ആളുകളും ഈ പറഞ്ഞ പോലെ ലാസ്റ്റ് സമയത്തേക്ക് നോക്കിയിരുന്നു. അപ്പോൾ അങ്ങനെ നമുക്കറിയാം 3-4 വിദ്യാർത്ഥികൾ മിനിഞ്ഞാന്നും ഒക്കെ ആയിട്ട് അവിടെ നമ്മുടെ സെൻറ്ററിൽ വരികയുണ്ടായി. അവർക്കെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇന്നുകൂടെ ആ സൈറ്റ് ഭയങ്കര സ്ലോ ആയിരുന്നു. അപ്പോൾ 11-ാം തീയതി വരെ ഉണ്ട് എന്ന് വെച്ചിട്ട് ദയവ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാനുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് സെൻറ്ററിൽ വന്ന് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുക. ഈ 11-ാം തീയതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 9-ാം തീയതി വരത്തേക്ക് നമ്മൾ ചെയ്യത്തുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സൈറ്റ് ഇഷ്യൂ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം തീർച്ചയാണ്. ആ സൈറ്റ് ഇഷ്യൂ സമയത്ത് നമ്മളത് പ്രോത്സാഹിപ്പിക്കത്തില്ല. കാര്യം എന്ന് വെച്ചാൽ, ആ സൈറ്റ് ഇഷ്യൂ സമയത്ത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് നമ്മുടെ ആ സെർവറിൽ അത് അപ്ഡേറ്റ് ആകത്തില്ല. അഥവാ അങ്ങനെ ചെയ്തു കഴിഞ്ഞാലും പിന്നീട് നിങ്ങൾക്ക് തന്നെ അതിനകത്ത് വിഷയം ഉണ്ടാകാനും ചാൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ സമയം കളയാതെ നാളെ തന്നെ ചെയ്യാനുള്ള വിദ്യാർത്ഥികൾ രാവിലെ തന്നെ വന്ന് സെൻറ്ററിൽ തിരക്ക് കൂടുന്നതിന് മുമ്പായിട്ട് ചെയ്ത് അത് ക്ലിയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ആ സർക്കുലർ വന്നതിൻ്റെ ഒരു നോട്ടിഫിക്കേഷനും കൂടെ ഇതിനകത്ത് വെച്ചേക്കാം. അപ്പോൾ അത് അനുസരിച്ചിട്ട് എല്ലാ വിദ്യാർത്ഥികളും കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം SG ചാനൽ.